ഹലോ നമസ്കാരം. തലപതി വിജയ് ഒരു ചിത്രത്തിൽ വില്ലൻ വേഷത്തിലെത്താൻ പോകുകയാണ്. അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ ബ്രഹ്മാണ്ഡ സിനിമയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള കാളിയൻ എന്ന് പറയുന്ന സിനിമ ഉപേക്ഷിച്ചോ എന്നതിനുള്ള ഉത്തരം ചിത്രത്തിൻ്റെ നിർമ്മാതാവ് തന്നെ ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഭാഗത്ത് സംസാരിക്കുന്നത്. അപ്പോൾ സമയം കളയുന്നില്ല, ആദ്യത്തെ ഒരു അപ്ഡേറ്റിലേക്ക് തന്നെ വരാം. പണ്ട് മലയാള സിനിമയിലെ ഒരു ഹിറ്റ് കൂട്ടുകെട്ടായിരുന്നു സിബി മലയിലും രഞ്ജിത്തും. അപ്പോൾ ഈ ഒരു കൂട്ടുകെട്ടിൽ വീണ്ടും ഒരു മലയാള സിനിമ ഒരുങ്ങാൻ പോവുകയാണ്. ചിത്രത്തിൻ്റെ പേര് ഇന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. കൊത്ത് എന്നാണ് ഈ ചിത്രത്തിൻ്റെ പേര്. ഈ ഒരു സിനിമയിൽ നായകനായിട്ട് എത്താൻ പോകുന്നത് ആസിഫ് അലിയാണ്. നായികയായിട്ട് എത്താൻ പോകുന്നത് നിഖില വിമലാണ്. ഏതായാലും ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഇന്ന് ആരംഭിച്ചിട്ടുണ്ടെന്ന് ചിത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ന് അറിയിച്ചിട്ടുണ്ട്. റോഷൻ മാത്യുവും ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഇന്ന് കണ്ണൂരിൽ വെച്ചാണ് ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമായിരുന്നു അക്ഷയ് കുമാറിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ലക്ഷ്മി ബോംബ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ട്രെയിലർ പുറത്തുവിട്ടത്. ഈ ട്രെയിലറിന് ഇപ്പോൾ ഒരു റെക്കോർഡ് നേട്ടം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കളക്ട് ചെയ്തിട്ടുള്ള ഇന്ത്യൻ ട്രെയിലർ ആയിട്ട് ഈ ഒരു സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ അറിയപ്പെടുന്നുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ 70 മില്യൺ ആൾക്കാരാണ് ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ കണ്ടിട്ടുള്ളതെന്നാണ് സിനിമാ പ്രവർത്തകർ, അതായത് ഈ ചിത്രത്തിൻ്റെ പ്രവർത്തകർ അവകാശപ്പെടുന്നത്. തെലുങ്ക് താരമായിട്ടുള്ള നിതിൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ചെക്ക്. ഈ ചിത്രം ഏതാണ്ട് ഒരാഴ്ച മുന്നായിരുന്നു അനൗൺസ് ചെയ്തത്. നിതിൻ്റെ നായികയായിട്ട് ഈ ചിത്രത്തിൽ ആരാണ് എത്താൻ പോകുന്നതെന്ന് ഇന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. രകുൽ പ്രീത് സിംഗ് ആണ് ഈ ചിത്രത്തിൽ നിതിൻ്റെ നായികയായിട്ട് എത്താൻ പോകുന്നത്. ഇന്ന് രകുൽ പ്രീത് സിംഗിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അവരുടെ ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യം ചെക്ക് എന്ന് പറയുന്ന സിനിമയുടെ പ്രവർത്തകർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. മാസ്റ്റർ എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ള ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്തിട്ടുള്ള ചിത്രമാണ് മാനഗരം എന്ന് പറഞ്ഞ സിനിമ. ഈ ചിത്രം ബോക്സ് ഓഫീസിലൊക്കെ ഹിറ്റായി മാറിയിട്ടുള്ള ചിത്രം കൂടിയാണ്. ഏതായാലും ഈ ചിത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ ചിത്രം ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യാൻ പോകുന്നുണ്ടെന്നും വിജയ് സേതുപതി ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യാൻ പോകുന്നുണ്ടെന്നാണ് ഈ ചിത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് പുതുതായിട്ട് കേൾക്കുന്ന വിവരങ്ങൾ. 2021 ജൂണിൽ ഈ ചിത്രത്തിൻ്റെ ചിത്രീകരണം ആരംഭിക്കുമെന്നും ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച ഹൊറർ സിനിമയായിട്ട് അറിയപ്പെടുന്ന ചിത്രമാണ് കഞ്ചറിങ്. അപ്പോൾ കഞ്ചറിങ്ങിന്റെ 3ാമത്തെ ഭാഗം ഉണ്ടാകുന്ന ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തതാണ്. 2020 സെപ്റ്റംബറിലായിരുന്നു ഈ ചിത്രം യഥാർത്ഥത്തിൽ റിലീസിനെത്തേണ്ടത്. പക്ഷേ കോവിഡ് കാരണം ഈ ചിത്രത്തിന്റെ റിലീസ് തീയതി 2021 പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. ഏതായാലും കഞ്ചറിങ്ങിന്റെ 3ാമത്തെ ഭാഗത്തിന്റെ യഥാർത്ഥ പേര് ഒഫീഷ്യൽ ടൈറ്റിൽ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. കഞ്ചറിങ് ദ എവിൽ മേഡ് മീ ഡു ഇറ്റ് എന്നാണ് ഈ ചിത്രത്തിന്റെ ഒഫീഷ്യൽ നെയിം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. 2021 ഈ ചിത്രം റിലീസിനെത്താൻ പോകുന്നത്. ഈ വരുന്ന ഒക്ടോബർ 30 ആമസോൺ പ്രൈം വീഡിയോസിലൂടെ റിലീസിനെത്താൻ പോകുന്ന സൂര്യയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് സൂര്യരൈ പൊട്ടുര എന്ന് പറഞ്ഞ സിനിമ. സുധയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്. മലയാളി താരമായിട്ടുള്ള അപർണ ബാലമുരളിയാണ് ഈ ചിത്രത്തിൽ നായികയായിട്ട് വരുന്നത്. അപ്പോൾ ഈ ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ തന്നെയാണ്. അപ്പോൾ ചിത്രത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള ട്രെയിലറിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ഈ വരുന്ന ഒക്ടോബർ 12 5:30 മണിക്ക് പുറത്തു വിടുമെന്നാണ് ചിത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് കേൾക്കുന്ന ഒരു അപ്ഡേറ്റ്. പക്ഷേ ചിത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു റൂമറാണ്. ലാലേട്ടന് ഇപ്പോൾ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ദൃശ്യത്തിൻ്റെ 2ാം ഭാഗം. അപ്പോൾ ദൃശ്യത്തിൻ്റെ 2ാം ഭാഗത്തിലെ ലാലേട്ടൻ്റെ ഒരു ലുക്ക്, അതായത് ലൊക്കേഷനിലുള്ള ലാലേട്ടൻ്റെ ഒരു ലുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമയിലെ യൂത്ത് സ്റ്റാർ ആയിട്ടുള്ള നിവിൻ പോളിയുടെ 36ാമത്തെ പിറന്നാളാണ് ഈ വരുന്ന ഒക്ടോബർ 11. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നാളെ നിവിൻ പോളിയുടെ 36ാമത്തെ പിറന്നാളാണ്. പിറന്നാൾ പ്രമാണിച്ച് അദ്ദേഹത്തിന് വരാൻ പോകുന്ന സിനിമകളിൽ നിന്ന് നിർണായകമായിട്ടുള്ള അപ്ഡേറ്റുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അടുത്ത അപ്ഡേറ്റ് സീരീസിൽ അത് സൂചിപ്പിക്കേണ്ടി. ഈ വർഷം ദുൽഖർ സൽമാന്റെ 2 ചിത്രങ്ങളാണ് റിലീസിനെത്തിയത്. ഒന്ന് മലയാളത്തിലാണ്, വരനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ സിനിമ. ഏതാണ്ട് 35 കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിക്കൊണ്ട് ചിത്രം ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്ററായി മാറിയിട്ടുണ്ട്. അടുത്തൊരു സിനിമ റിലീസിനെത്തിയ തമിഴിലാണ്. കണ്ണും കണ്ണും കൊള്ളയടിത്താൽ എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ ചിത്രം തെലുങ്കിൽ ഡബ് ചെയ്ത് റിലീസിനെത്തുകൊണ്ടായിരുന്നു. ഏതായാലും ഈ ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ ചിത്രം വെറും 2 ആഴ്ച മാത്രമാണ് തിയേറ്ററിൽ കളിച്ചിട്ടുള്ളത്. എന്നിട്ട് പോലും ഈ ചിത്രത്തിന് 25 കോടിയുടെ അടുത്ത് പോലും ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിന്റെ സിനിമാ പ്രവർത്തകർ ഈ ഒരു സിനിമ വീണ്ടും തിയേറ്ററിൽ റിലീസിന് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന ഒക്ടോബർ 15 മുതൽ ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലെ ഒട്ടുമിക്ക ഏരിയയിലുള്ള തിയേറ്ററുകൾ പ്രവർത്തിക്കാൻ പോവുകയാണ്. ആ സമയത്ത് കണ്ണും കണ്ണും കൊള്ളയടിത്താൽ എന്ന് പറയുന്ന ചിത്രം റിലീസിന് അവിടെയൊക്കെ കൊണ്ടുവരാൻ പോകുന്നതെന്നാണ് ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് പുതുതായിട്ട് കേൾക്കുന്ന അപ്ഡേറ്റുകൾ.
കഴിഞ്ഞ 2 ദിവസം മുന്നായിരുന്നു ടൊവിനോ തോമസിന് കള എന്ന് പറയുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം നടക്കുന്ന സമയത്ത് പരിക്കേറ്റ് ICUലൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് അപ്പോഴുള്ള സ്ഥിതി പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥിതിയൊക്കെ നോർമൽ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള അപ്ഡേറ്റുകളാണ് വരുന്നത്. അതായത് ICUവിൽ നിന്ന് അദ്ദേഹത്തെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും അദ്ദേഹം നന്ദിയും പറഞ്ഞിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ വരാൻ പോകുന്ന ഒരു ബ്രഹ്മാണ്ഡ സിനിമയാണ് കാളിയൻ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്ന ലിജോ പാങ്ങോട് എന്ന് പറഞ്ഞ സംവിധായകനാണ്. ഈ ഒരു സിനിമ ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അനൗൺസ് ചെയ്തിട്ടുള്ളത്. കാളിയൻ എന്ന് പറയുന്ന സിനിമ നിർമ്മിക്കാൻ പോകുന്നത് രാജീവ് ഗൗതം എന്ന് പറയുന്ന നിർമ്മാതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട് കാളിയൻ എന്ന് പറഞ്ഞ സിനിമ ഉപേക്ഷിച്ചോന്ന്. അപ്പോൾ അദ്ദേഹം റിപ്ലൈ കൊടുക്കുന്നുണ്ട് നെവർ എന്ന്. അതായത് കാളിയൻ എന്ന് പറഞ്ഞ സിനിമ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല എന്ന രീതിയിലുള്ള റിപ്ലൈ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഈ കാളിയൻ എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞു പോയ ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിക്കാനായിരുന്നു ചിത്രത്തിന്റെ പ്രവർത്തകർ തീരുമാനിച്ചിട്ടുള്ളത്. അതിനു വേണ്ട സജ്ജീകരണങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തായിരുന്നു കോവിഡ് വന്നത്. അതുകൊണ്ട് തന്നെ കാളിയൻ എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ 2021 നടക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഏതായാലും കാളിയൻ എന്ന് പറയുന്ന പൃഥ്വിരാജിന്റെ ബ്രഹ്മാണ്ഡ സിനിമ മിക്കവാറും ഈ ഒരു സിനിമ മലയാളത്തിലെ തന്നെ എക്കാലത്തെയും ചിലവേറെ സിനിമയാകാൻ സാധ്യത കൂടുതലാണ്. ആ സിനിമ റിലീസിനെത്തും അല്ലെങ്കിൽ ആ സിനിമ ഒരുങ്ങുമെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാവ് തന്നെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. തലപതി വിജയ് ഒരു ചിത്രത്തിൽ വില്ലനായി എത്താൻ പോകുന്നു എന്നാണ് ഇപ്പോൾ പുതുതായിട്ട് കിട്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ്. തലപതി വിജയുടെ ഇനി പ്രഖ്യാപിക്കാൻ പോകുന്ന സിനിമയാണ് വിജയുടെ 65 എന്ന് പറഞ്ഞ സിനിമ. ഈ ചിത്രം ഈ വരുന്ന ജനുവരി അവസാന വീക്കിലായിട്ട് പ്രഖ്യാപിക്കുമെന്നാണ് ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഒരു വിവരം. ജനുവരി മാസത്തിൽ ഈ ചിത്രം പ്രഖ്യാപിച്ച് ഫെബ്രുവരി മാസത്തിൽ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ച് 2021 ദീപാവലി റിലീസായിട്ട് ഈ ചിത്രം റിലീസിനെത്താനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. AR മുരുകദോസ് ആണ് ഈ ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത്. തമന്നയാണ് ചിത്രത്തിൽ നായികയായിട്ട് വരാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. സൺ പിക്ചേഴ്സ് ആണ് സിനിമ നിർമ്മിക്കാൻ പോകുന്നത്. ഇതിനു മുന്നേ AR മുരുകദോസും വിജയ് 3 ചിത്രങ്ങളിലാണ് ഒന്നിച്ചിട്ടുള്ളത്. തുപ്പാക്കി എന്ന് പറഞ്ഞ സിനിമ, കത്തി എന്ന് പറഞ്ഞ സിനിമ, അതുപോലെ തന്നെ അവസാനം ഒന്നിച്ചിട്ടുള്ള സർക്കാർ എന്ന് പറഞ്ഞ സിനിമ. ഇതിൽ കത്തി എന്ന് പറയുന്ന ചിത്രത്തിൽ വിജയ് 2 റോളിലായിട്ടായിരുന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം വിജയുടെ 65 എന്ന് പറയുന്ന ചിത്രത്തിലും വിജയ് 2 റോളിലായിട്ടാണ് എത്താൻ പോകുന്നതെന്നാണ് ഇപ്പോൾ കിട്ടുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. വിജയ് 65 എന്ന് പറയുന്ന ചിത്രത്തിൽ വിജയ് ഒരേ സമയം വില്ലനായിട്ടും നായകനായിട്ടാണ് എത്താൻ പോകുന്നത്. അതായത് ഒരു വേഷത്തിൽ നായകനായിട്ടും ഒരു വേഷത്തിൽ വില്ലനായിട്ടാണ് വിജയുടെ 65 എന്ന് പറഞ്ഞ ചിത്രത്തിൽ എത്താൻ പോകുന്നത്. ഇത് പ്രതീക്ഷ വാനോളം തന്നെ ഉയർത്തും. 2007 വിജയുടെ ആയിട്ട് റിലീസിനെത്തിയുള്ള ചിത്രമാണ് അയകിയ തമി മകൻ എന്ന് പറഞ്ഞ സിനിമ. ആ ചിത്രത്തിൽ വിജയ് വില്ലനായിട്ടും നായകനായിട്ടൊക്കെ ആയിരുന്നു വന്നിട്ടുള്ളത്. പക്ഷെ ആ സിനിമ ബോക്സ് ഓഫീസിൽ അന്ന് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ഏതായാലും വർഷങ്ങൾക്ക് ഇപ്പുറം റിപ്പോർട്ടുകളൊക്കെ ശരിയാണെങ്കിൽ വിജയുടെ 65 എന്ന് പറയുന്ന ചിത്രത്തിൽ വിജയ് നായകനായിട്ടും വില്ലനുമായിട്ടാണ് എത്താൻ പോകുന്നത്. ഇത് ഈ ചിത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളൊക്കെ വാനോളം ഉയർത്തും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വിജയുടെ റിലീസിനെത്തുന്ന മിക്ക ചിത്രങ്ങളും വിജയ് ഡബിൾ റോളിലാണ് എത്തുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സുമായിട്ട് രേഖപ്പെടുത്തൂ.